ഭംഗിയുള്ളൊരു സിനിമ. ഗിരീഷ് ഷെഡി ഹിംസെൽഫ് ഈസ് എ പ്രോമിസ്. അയാളുടെ ബാക്കി സിനിമകൾ പോലെ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കിടിലൻ പടം. ബേസിക്കലി ട്രെയിലറിൽ കാണുന്ന പോലെ ഇതൊരു ലവ് സ്റ്റോറിയാണ്. പക്ഷേ റൊമാൻസ് മാത്രമല്ല, കട്ടയ്ക്ക് നമ്മളെ രസിപ്പിച്ച് ചിരിപ്പിക്കുന്ന വിധത്തിലുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. നിവിൻ പോളി എന്താ രസം. ഒന്നാമത് അങ്ങേരുടെ സേഫ് സോൺ പരിപാടിയാണ് ഈ റോം കോം ഫീൽ ഗുഡ്. അതിലേക്ക് ഗിരീഷ് ഷെഡി കൂടി വന്നപ്പോൾ സംഭവം ടോപ്പ് നോച്ചായി. അതേപോലെ തന്നെ മമിത 2026 മമിതയുടെ വർഷം എന്ന് പറയാം. ചെയ്ത എല്ലാ വേഷവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ കിടലിനൊരു പെർഫോമൻസാണ് ഈ പടത്തിൽ. പിന്നെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ അത്രയ്ക്ക് നാച്ചുറലായിരുന്നു. സംഗീത്, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട്, ശ്യാം മോഹൻ, സൃന്ദ, മീനാക്ഷി, വിനീത് വിശ്വം തുടങ്ങി വലിയൊരു സ്റ്റാർ കാസ്റ്റ് എല്ലാവരും കിടലിനായിരുന്നു. എൻ്റർടൈൻ പോർഷൻ്റെ വലിയൊരു ഭാഗം തന്നെ അവരുടെ കയ്യിലായിരുന്നു. അതേപോലെ എടുത്ത് പറയേണ്ട ഒരു പെർഫോമൻസ് ആയിരുന്നു റോഷൻ ഷാനവാസ്. അങ്ങേരെ സ്ക്രീനിൽ കാണിക്കുമ്പോഴൊക്കെ സീന് തൂക്കിയിട്ടുണ്ട്. പിന്നെ റൈറ്റിംഗ്, ഗിരീഷ് ഷെഡിയും കിരൺ ജോസിയും അവരുടെ എഴുത്ത് എടുത്തു പറയണം. കാരണം സിനിമയിലെ ഓരോ സീനും അത്രയ്ക്ക് റിലേറ്റബിൾ ആയിരുന്നു. അതേപോലെ കുറേ റെഫറൻസ് പരിപാടികളുണ്ടായിരുന്നു. എല്ലാം നമ്മളെ ചിരിപ്പിക്കുന്ന തിയേറ്റർ ഹൈ മൊമെൻറ്റ്സ് ആയിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ഭംഗിയുള്ളൊരു ഫീൽ ഗുഡ് ഓണം വിന്നർ. നിങ്ങൾ കുടുംബത്തിൻ്റെ ഒപ്പം പോയാലും ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയാലും നേരത്തെ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അത്രയ്ക്ക് നല്ല ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ വീണ്ടും വരും. അൺടിൽ ദെൻ കീപ് വാച്ചിങ് ഗുഡ് സിനിമാസ്.